നമസ്കാരം, ലതയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ബുർജ് ഖലീഫ. നമുക്ക് ബുർജ് ഖലീഫയിൽ പോയാൽ കാരണം എനിക്ക് ഇന്ന് അതും ഡെസേർട്ട് സഫാരിയും കൂടി ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ബുർജ് ഖലീഫ ഇടാം. അത് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. അതിൽ പോവേണ്ടത് എങ്ങനെ, എത്ര പാസ് എടുക്കണം, ഏത് ടൈമിന് പോകണം, അതിനെക്കുറിച്ച് നമുക്കിന്ന് പറയാം. ആദ്യം തന്നെ ഞാൻ ബുർജ് ഖലീഫയെക്കുറിച്ച് പറയാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ബുർജ് ഖലീഫ നമ്മുടെ ദുബായിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങാണ് ബുർജ് ഖലീഫ. അപ്പോൾ ഞങ്ങൾ ബുർജ് ഖലീഫയിലേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ മുന്നിലെടുത്ത ഫോട്ടോയും അവിടുത്തെ കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 5 to 9 വരെ പീക്ക് ടൈമാണ്. ആ സമയത്തെ ടിക്കറ്റ് 299 × 24 ആണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വരും. പക്ഷേ നോർമൽ ടൈം ഈ 5 മണിക്കുള്ളിൽ 4 മണി വരെ 149 ആണ് തോന്നുന്നു. 149 ആ റേറ്റിലാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുമല്ലോ. എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ബുർജ് ഖലീഫ. അപ്പം ഞങ്ങൾ അതിൻ്റെ മുന്നിൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ട് വന്നത് കാരണം ഞങ്ങൾക്ക് ഒരു ടിക്കറ്റോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറാനോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. മോളെ തന്നെ വന്ന് അവർ ഫസ്റ്റ് വിളിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഉള്ളിൽ കൊണ്ടുപോയി ഇപ്പം അർമാനി എന്ന് പറയുന്ന ഹോട്ടലാണ് ഫസ്റ്റ്. ആ ഹോട്ടലിനുള്ളിൽ കൂടി ഞങ്ങൾ ബാക്കിലെ ബാൽക്കണിയിൽ വന്നു. ബാൽക്കണിയിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്ന എല്ലാം. ഇത് ആ ഹോട്ടലാണ്. അപ്പം ആകെ മോൾക്ക് അവിടെ ചെന്നിരുന്നപ്പോൾ ഭയങ്കരമായിട്ടൊരു സങ്കടം വന്നു. ഞാൻ ചോദിച്ചു എന്തിന് സങ്കടപ്പെടണേന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായില്ലായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ ആകാമായിരുന്നു, എനിക്കും ഇവിടുത്തെ ഷെഫ് ആകാമായിരുന്നു എന്നവൾ പറഞ്ഞ് സങ്കടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു പോട്ട് മോനെ, അത് നമുക്കത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, അതിനെക്കാട്ടും നല്ലതിനായിരിക്കും ചിലപ്പം ദൈവം ഇങ്ങനെ ആക്കിയതെന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തി. എന്നിട്ട് മോളെ അവിടെ തന്നെ അവർ കൊണ്ടിരുത്തി. അപ്പം നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ തന്നെ അത്രയ്ക്ക് നമ്മളെവിടെ പോലെ മന്ത്രിയെ പിടിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പിടിച്ചോ രാഷ്ട്രീയ നേതാക്കന്മാരെ പിടിച്ചൊന്നും അവിടെ കയറാനൊന്നും പറ്റില്ല. അവിടുത്തെ നിയമം തന്നെയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ വൈഫായിരുന്നു അവിടുത്തെ മാനേജർ. അപ്പോൾ മോൾക്ക് വയ്യായിക ഉള്ളത് അറിയാമെന്നുള്ളത് കൊണ്ട് മോളുടെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്തത് കൊണ്ടും ഞങ്ങളെ സുഖമായിട്ട് കയറ്റി. ഞങ്ങൾക്ക് വേറെ ഒരു തരത്തിലൊരു കഷ്ടപ്പാടും ഉണ്ടായില്ല. വന്ന ഉടനെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ വന്ന് അവരെ കൊണ്ടുപോയി. അപ്പം മോളെ കയറ്റാൻ പ്രയാസമായിരിക്കത്തില്ലേ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ മോനും ഞാനും കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടെ ചെന്നിരുന്ന ഉടനെ തന്നെ ഞങ്ങൾക്ക് കോഫി തന്നേ. കോഫിയിൽ ഫസ്റ്റ് ഫോട്ടോസ് ഞാനും മോളും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഇത് ബുർജ് ഖലീഫ എന്നൊക്കെ എഴുതിയ കോഫിയാണ് ഞങ്ങൾക്ക് കൊണ്ടു തന്നത്. ആ കോഫിക്കുള്ളിൽ ഈ കോഫി നിർമ്മിക്കുന്നതിൻ്റെ മുകളിൽ ഈ എഴുതുന്ന ലിപികൾ ഗോൾഡ് തരികൾ അങ്ങനെ എന്തോ ഇട്ടിട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് അതിൻ്റെ കഥ അറിയില്ല. സംഭവം എന്നോട് പറഞ്ഞത് അതേ. ഞങ്ങളങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചോക്ലേറ്റ് കൊണ്ട് വച്ചതെന്നായിരുന്നു. അതിന് എന്തൊക്കെ പ്രത്യേകതകളുള്ള ചോക്ലേറ്റാണ്. അപ്പം ചോദിച്ചു മോന് ജ്യൂസ് വേണോ, ജ്യൂസ് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പം മോമിക്കുട്ടൻ കാര്യമായിട്ട് മാംഗോ പൾപ്പിൽ ജ്യൂസും എല്ലാം കഴിച്ചു കേട്ടോ. എന്തായാലും ഭാഗ്യമാണ് ഞങ്ങൾക്ക് അത്രയൊക്കെ കിട്ടിയത്. കാരണം അതിനുള്ളിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഈ കണക്ക് നോക്കി ഏകദേശം 1 ലക്ഷം രൂപയെങ്കിലും ആക്ച്വലി അതിനകത്തൊരു കോഫിയും ടീയും ജ്യൂസും ചോക്ലേറ്റും ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ആവും. പക്ഷെ ഭാഗ്യം മോൾക്ക് വേണ്ടിയിട്ട് അത് ദൈവം എനിക്ക് ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ച് തന്നെ. അവിടുന്ന് എന്നോട് ചോദിച്ചു മോളെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ, മോൾ അങ്ങറ്റം വരെ കയറുമോ എന്നൊക്കെ ചോദിച്ചു. അവിടെ കയറുന്ന സമയത്ത് ഒരു 10 സ്റ്റെപ്പ് താഴെ ഇറങ്ങി വന്നാണ് അടുത്ത് കയറാനുള്ളത്. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു ഞാനും മോനും കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടം വന്നു. അയ്യോ ഈ കുഞ്ഞിനെ കാണിക്കാനല്ലേ വന്ന്, അപ്പോൾ പിന്നെ അവളെ കാണിക്കാതെ എങ്ങനെയാന്ന് പറഞ്ഞു അവൾ തന്നെ സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് ഈ പോകുന്നതാണേ. അനിയൻ്റെ വൈഫ്, എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ വൈഫാണ് പുള്ളിക്കാരത്തി. അവൾക്ക് വേണ്ടിയിട്ട് ശരിക്കും അവളുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. അവൾ തന്നെ റിസ്ക് എടുത്ത് മോളെയും കൊണ്ട് ലിഫ്റ്റിൽ പോകുന്ന വഴിയാണ് കിട്ടും. ഇതിനകത്ത് അർമാനി എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ ആകവശം നമ്മൾ ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ VVIPകൾക്ക് മാത്രമേ അതിനുള്ളിലൊക്കെ കയറാനുള്ളൊരു പെർമിഷൻ കിട്ടത്തുള്ളൂ. പിന്നെ അവിടെ തന്നെ 30-35 വർഷമായിട്ട് താമസിച്ചിരിക്കുന്നവരും അതിനുള്ളിൽ ഈ ബുർജ് ഖലീഫ പണിഞ്ഞ അവർക്ക് പോലും അതിനുള്ളിൽ വർക്ക് ചെയ്തവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഇത് പണിത് കഴിഞ്ഞ ശേഷം കയറാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയ ഡ്രൈവർ ഉണ്ടല്ലോ, നല്ലൊരു കുട്ടിയാണ്. അവൻ പറയാം ചേച്ചി ഞാൻ പോലും ഇതിനുള്ളിൽ കയറിയിട്ടില്ല ചേച്ചി, എനിക്ക് പോലും പറ്റിയിട്ടില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ പോലും കണ്ടിട്ടില്ലെന്ന്. അപ്പം എനിക്ക് ഭയങ്കര ഭാഗ്യമല്ലേ.
അങ്ങനെ അവിടെ ഇരുന്ന് കോഴിക്കോടുകാരനൊരു കുഞ്ഞ്, അവനും ഷെഫാകട്ടോ, ദേ ഈ നിൽക്കുന്ന മോൻ, അവനും ഞങ്ങളെല്ലാവരും കൂടി ലിഫ്റ്റിൽ കയറി മോളെയും കൊണ്ട് പോവാണേ. ലിഫ്റ്റിൽ കയറി മേളിൽ നോക്കിക്കോണേ, എത്രാമത്തെ നിലയിലാണ് നമ്മൾ പോണേ. ലിഫ്റ്റിൻ്റെ സ്പീഡ് നമ്മൾ കണ്ണ് അടച്ച് തുറക്കും മുമ്പ് നമ്മൾ 123 വരെ എത്തുവേ. ആ സ്പീഡ് നോക്കിക്കോണം കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു ലിഫ്റ്റിൽ കയറിയ 15 മിനിറ്റ് എടുക്കുമെങ്കിൽ ഈ 154 നിലയാണുള്ളത്, കണ്ടല്ലോ അല്ലേ. അതിൽ ഈ മേളിലോട്ട് കയറുമ്പോഴുള്ള സ്പീഡ് കാണണം കേട്ടോ. ആ സ്പീഡിൽ മോളെ ലിഫ്റ്റിലിരുത്തി ആ കുഞ്ഞ്, ഞങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്ര സ്പീഡിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. മോൾക്ക് വേണ്ടി അവർ സെപ്പറേറ്റ് ആയിട്ട് ഇത് കണ്ടു മോളെ വേറൊരു വഴി കൂടി, സ്റ്റെപ്പ് കയറാൻ പറ്റാത്തത് കാരണം വേറൊരു വഴി കൂടി അവർ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അടുത്ത ലിഫ്റ്റിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അവിടെ അത്രയും ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. അവിടെ ചെന്ന് കയറി മേളിലെത്തി മോളെ ഇരുത്താൻ പോവാണ്. അപ്പോൾ ബുർജ് ഖലീഫയുടെ കഥ അറിയാലോ, ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങാണ്, ഏറ്റവും മനോഹരമായ ബിൽഡിങ്ങാണ്. ഒരിക്കൽ പോലും നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ നിങ്ങൾ ഫസ്റ്റ് പോകേണ്ട ദുബായിലേ ഞാൻ പറയത്തുള്ളൂ. അത്ര എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഇത് മാത്രമേ ഉള്ളൂ ചിന്ത, വേറെ ഒരൊറ്റ ചിന്തയില്ല. അപ്പം നിങ്ങൾ എന്ത് കാശില്ലെങ്കിലും കടം മേടിച്ചാണേലും പോകാനേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. എനിക്കത് കൊതി തീർന്നിട്ടേ ഇല്ല. ഞാൻ എന്തായാലും മാർച്ച് ആകുമ്പോൾ വീണ്ടും പോകും. എനിക്ക് മോൻ്റെ എക്സാം അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഇനി നിങ്ങൾ നോക്കിക്കൊണ്ടേ, ഇത് ബുർജ് ഖലീഫയുടെ മേളിൽ നിന്നിട്ട് ഞങ്ങളെടുത്ത വീഡിയോസാണ്. അവർ മോൾക്ക് വേണ്ടിയിട്ട് അവിടെ 3 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് വഴി അവളെ ഇറക്കി ഇത് കാണിക്കാൻ കൊണ്ട് നിർത്തുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ത് റിസ്ക് എടുത്തെന്നറിയോ. പക്ഷെ അത് റിസ്ക് എന്ന് വെച്ചാൽ അവർക്കൊരു സിമ്പിൾ, അവളെ കൊണ്ട് പോകുന്നതിനോ അങ്ങനെ ഒരു വിഷമോ അവർക്ക് ആർക്കും തോന്നിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല വെച്ചാൽ ലിഫ്റ്റിൽ സുഖമായിട്ട് മുകളിലെത്തി അവിടെ നിന്ന് നേരെ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് അവളെ സ്റ്റെപ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളിൽ കൂടിയാണ് അവളെ കൊണ്ടുപോയത്. സത്യം പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഭാഗ്യം, വല്ലാത്തൊരു അനുഭവമാണ്. ലൈഫിലെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഞങ്ങൾ അവിടെ അന്ന് കണ്ടത് കേട്ടോ. അപ്പം നോക്കിക്കോണേ, മോളെ കൊണ്ടുവന്ന് സ്റ്റെപ്പ് ഇറക്കി താഴെ നിർത്തിയിട്ടുള്ളൊരു സീന് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, മോളെ അവർ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് താഴെ ഇറക്കി ചെയറിട്ട് കുഷ്യനൊക്കെ ഇട്ട് മോൾക്ക് വേണ്ടി ഇരുത്തിയിട്ട് മോള് കാണുന്നൊരു സീനാണ് കേട്ടോ. ജീവിതത്തിൽ സത്യം ഇതുപോലൊരു നല്ല അനുഭവമില്ല. കണ്ടോ, മോളെ നിർത്തിയിട്ടാണ് ഞങ്ങൾ ബുർജ് ഖലീഫയുടെ ഏറ്റവും മുകളിൽ നിന്നിട്ട്. ബുർജ് ഖലീഫയ്ക്ക് 164 നിലകളുണ്ട്, 2 അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അത് കാർ പാർക്കിംഗ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. 154 വരെ ആൾക്കാരെ കയറ്റത്തുള്ളൂ കേട്ടോ. ബുർജ് ഖലീഫ പണി ചെയ്തത് 2004 2010 ഉദ്ഘാടനവും ചെയ്തു കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കയറിയാലുണ്ടല്ലോ വല്ലാത്തൊരു അനുഭൂതിയാണെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസുകളാണ്, വീഡിയോസുമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മോളെ പിടിച്ചുകൊണ്ടുമ്പോൾ എനിക്കാണെങ്കിൽ ഈ ക്യാമറ പിടിക്കാൻ പറ്റില്ല. പിന്നെ മാക്സിമം ഞാൻ ഓമിക്കുട്ടനെ കൊണ്ട് എന്നെ പിടിപ്പിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോസ് എല്ലാം എടുത്തത്. കിട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. ഇനി ഇവിടെ നിന്നിട്ട് ഇത് ഞങ്ങൾ പോകുമ്പോൾ പീക്ക് ടൈമാണ് കേട്ടോ. പീക്ക് ടൈം അങ്ങേറ്റം പീക്ക് ടൈമിലാണ് ഞങ്ങൾ പോകുന്നത്. ഇനി നിങ്ങൾ കാണേണ്ടത്, ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത്, അതായത് നമ്മുടെ ബുർജ് ഖലീഫയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ദുബായ് മോൾ. ഫ്രണ്ട് വശത്തല്ല, ബാക്ക് സൈഡിൽ നമ്മളിരുന്ന അർമാനി ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലാണ് ഒരു ഫൗണ്ടെയിൻ ഉള്ളത് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ ഇനി പോകാൻ പോകുന്നത് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മുകളിലിരുന്നു, വീഡിയോസ് എടുത്തു, ഫോട്ടോസ് എടുത്തു. കഴിഞ്ഞ ശേഷം ആ കുട്ടി മോൻ തന്നെ മോളെ ലിഫ്റ്റിൽ കയറ്റി അങ്ങേറ്റം താഴെ അറ്റം വരെ അവൻ കൊണ്ടുവന്നു. ഞങ്ങളെ അവിടെ ഇരുത്തിയിട്ട് എനിക്കൊന്ന് മോളെ ബാത്റൂമിൽ കൊണ്ടുപോകണത്. എന്തായാലും ഇത്രയും വലിയൊരു ബിൽഡിങ്ങിൽ വരുമ്പോൾ അതിൻ്റെ ബാത്റൂമിൽ കൂടെ ഒന്ന് കയറാണ് പോകുന്ന മോശമല്ലേന്ന് കരുതി. ആക്ച്വലി അതല്ല, മോൾക്ക് ഡയപ്പർ മാറ്റണമായിരുന്നു വെച്ചാൽ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതല്ലേ. അപ്പോൾ കുഞ്ഞിന് ഡയപ്പർ ഇട്ടിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ പോകുന്ന സ്ഥലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോയിട്ടുള്ള പ്രിഫറൻസ് ബാക്കി ഏത് അവിടെ ഉള്ളൂ. അറബ് കൺട്രീസായും എല്ലായിടവും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള മക്കൾക്ക് പോയിട്ടേ ഉള്ളൂ എല്ലാം. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബാത്റൂമിനകത്തും കയറി അതിനെക്കുറിച്ച് ഞാൻ വർണ്ണിച്ചാലുണ്ടല്ലോ എൻ്റെ സമനില തെറ്റും. അത്ര ഭംഗിയായിട്ടും എന്ത് രസം, സെൻസറാണ് എല്ലാം കേട്ടോ. എന്തായാലും എല്ലാത്തിനുള്ളിലും കാണാൻ പറ്റി, കയറാൻ പറ്റി, കഴിക്കാൻ പറ്റി, എല്ലാം മനോഹരമായിട്ട്. ആ കാഴ്ചകളൊന്നും ഇനി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും അത് ഇനി കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല.
ഇതിനകത്ത് കാണുന്ന വീഡിയോസുകളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടപ്പുണ്ട്. കാരണം എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ പല പല ഇതിലായിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. ആ മോൻ കൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരുത്തുന്നത്. സിറ്റ് ഔട്ട് കാണുമ്പോഴുണ്ടല്ലോ ഒന്ന് കിടുങ്ങും കേട്ടോ. അവിടെ എല്ലാം VVIPs ഒക്കെ ഉള്ളൂ കേട്ടോ. അംബാനി പോലുള്ളവർക്ക് അതിനുള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം. സാധാ ആൾക്കാർക്ക് കയറാൻ പറ്റുന്ന വഴി കൂടെ അല്ല ഞങ്ങൾ കയറിയത്, അല്ലാണ്ടാണ് ഞങ്ങളെ കയറ്റിയത് കേട്ടോ. മോളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന വണ്ടിയാണ് ആ കാണുന്ന, ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. നോക്കിക്കോണം, അതിൻ്റെ മുന്നിലെ ഫൗണ്ടെയിനാണ്, അല്ല അതായത് ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലെ ഫൗണ്ടെയിനാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമ്മൾ പോകുന്നത് ദുബായ് മാളിലേക്കാണ്. അതിൽ നിന്ന് ഒരു ഭയങ്കര രസകരമായൊരു സീന് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഇത് രണ്ടും നിങ്ങൾ ബുർജ് ഖലീഫ കാണാൻ പോകുന്നവർ ഈ ടൈം നോക്കി വേണം തീർച്ചയായിട്ടും പോകാൻ കേട്ടോ. മാൾ ഓഫ് എൻട്രൻസ്, ഇതാണ് ദുബായ് മോൾ. ഇതിലെ എൻട്രൻസിലാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്. പോകുന്ന വഴിക്ക് 1-2 കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ നാട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫ്രൂട്ട്സ് തപ്പി, സത്യം പറഞ്ഞാൽ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊന്നും കഴിക്കാനൊന്നും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഓമിക്കുട്ടൻ മോളെയും കൊണ്ട് അങ്ങോട്ട് പോയി. ഞാൻ കുറച്ച് വീഡിയോകൾ എടുക്കാമെന്നും പറഞ്ഞ് പോകുന്ന വഴിയാണ് കേട്ടോ. ഈ പോകുന്ന വഴിയിൽ കാണുന്ന കുറച്ച് സീനുകൾ നിങ്ങൾ കൂടി കാണിച്ചു തരാൻ. കാര്യം ഞാൻ കണ്ടതുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം. ഇപ്പോൾ ദുബായ് മോളിൻ്റെ ഉള്ളിലാണ്. ഇതിനകത്ത് മൊത്തം ഷോപ്പുകളും ഗോൾഡ് ജ്വല്ലറി ഷോപ്പുകൾ, അങ്ങനെ ഇങ്ങനെ ഫ്രൂട്ട്സ് കട, ഡ്രസ്സ് കട, അയ്യോ നമുക്ക് അതിശയം തോന്നുന്ന പലതും ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ പോണത് ദുബായ് മോളിൻ്റെ ബാക്ക് സൈഡാണ്. ഫ്രണ്ട് സൈഡ് ഞങ്ങളിപ്പോൾ കയറി, ഇനി ബാക്ക് സൈഡിലായിട്ട് പോകണം. ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ബുർജ് ഖലീഫയുടെ ബാൽക്കണി, നമ്മളിരുന്ന ബാൽക്കണിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി കണ്ടോ എന്താ കാണാൻ പോണെന്ന്. ഇത് കണ്ടോ, മാമ്പഴത്തിൻ്റെ സീസൺ ആണോ നോക്കിക്കേ. മാമ്പഴം നമുക്കിവിടെ എവിടെയെങ്കിലും ഇങ്ങനൊരു മാമ്പഴം കാണാൻ പറ്റുമോ? ആ പോകുന്ന വീഡിയോയിൽ പതിഞ്ഞ ദൃശ്യങ്ങളായിരുന്നു കേട്ടോ. ഇത് കണ്ടോ മാമ്പഴം. ഇതിൻ്റെ വില അവിടെ ഇട്ടിരിക്കുന്നത് 1 കിലോ 31 ദിർഹം എന്നാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓരോ മാമ്പഴത്തിൻ്റെ ഭംഗി നോക്കിക്കേ. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ എവിടെയെങ്കിലും നമ്മളൊരു സീൻ കണ്ടിട്ടുണ്ടോ മാമ്പഴത്തിൻ്റെ? ഇപ്പോൾ സീസൺ അല്ലാഞ്ഞിട്ട് കൂടി ആ മാമ്പഴങ്ങൾ ഇരിക്കുന്നത് കണ്ട് എന്ത് ഭംഗിയായിട്ട്, എന്ത് ഫ്രഷായിട്ട്, എന്ത് ക്ലീനായിട്ട് അവർ സൂക്ഷിച്ചു. ഒരു ഇഞ്ചി മേടിച്ച പോലെ എന്തോരം ഭംഗിയാണെന്നറിയോ. ഞങ്ങൾ അങ്ങനെ ഇതിൻ്റെ ബാക്കിലെത്തി കേട്ടോ. ബുർജ് ഖലീഫയുടെ ദുബായ് മോളുടെ ബാക്ക് സൈഡിലാണ് ഈ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ ബാക്കിൽ നിൽക്കുമ്പോൾ താഴെ കാണുന്നത് ഒരു വെള്ളം പോലെയല്ലേ കാണുന്നത്, ഒരു ഫൗണ്ടെയിൻ, സാധാ വെള്ളം ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ 8 മണിക്കൊരു സംഭവം തുടങ്ങും, നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്താണ് ഈ ജനകോടികൾ അതിനകത്ത് നിൽക്കുന്നത്. കറക്റ്റായിട്ടൊന്നൊരു ബെല്ലടിക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം എന്താ നടക്കാൻ പോണതെന്നേ. ഇനി ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഡാൻസിങ്, ഫൗണ്ടെയിൻ ഡാൻസിങ് ആണ്. നിങ്ങൾ കണ്ടു, ഓരോ ട്യൂണിനനുസരിച്ച് ഫൗണ്ടെയിനിൽ ഓരോ ഡാൻസുകളാണ് ഇതിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ വല്ലാത്ത നഷ്ടമാണ് നമുക്ക് അനുഭവിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ എന്ത് രസമാണ്. ഓരോ ട്യൂൺ അവരിടും, അതനുസരിച്ച് ഡാൻസ് കളിച്ചിട്ടേ വാട്ടർഫോള് ഡാൻസ് കളിച്ചിട്ടേ ഇരിക്കും. അപ്പോൾ അവിടെ ആ സമയമാകുമ്പോൾ നമ്മുടെ ബുർജ് ഖലീഫയുടെ ലൈറ്റുകൾ എല്ലാം കത്തും. നല്ല നീളമായിട്ട് ഇതിൽ കത്തും. പിന്നെ എഴുതിയിരിക്കുന്നത് വെച്ചാൽ അവരുടെ കൺസ്ട്രക്ഷൻ. എന്തുകൊണ്ട് ബുർജ് ഖലീഫ എന്ന് എഴുതിയിട്ടില്ല എന്നല്ലേ നിങ്ങൾ ചോദിച്ചത്. ഈ പേരെന്താ ഇങ്ങനെ കാണിക്കുന്നത് ചിന്തിച്ച് വെച്ച് ഒന്നുമല്ല, ഇത് ചെയ്ത കമ്പനിയുടെ പേര് MR.
ഇത് ആക്ച്വലി 15 മിനിറ്റ് ഉള്ളൂ കേട്ടോ. 15 മിനിറ്റ് കൂടുതലൊന്നുമില്ല. കറക്റ്റ് 8 മണിക്കൊരു ബെല്ലോട് കൂടി തുടങ്ങും. കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് എന്താ കാണണേ എന്നുള്ളൊരു ഇതാണ് നമ്മുടെ മനസ്സിനകത്ത്. ഇതൊന്നും മായത്തേയില്ല. എത്ര പോയാലും നമ്മുടെ മനസ്സിനകത്ത് മായത്തില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണണേ. നമ്മുടെ ജീവിതത്തിൽ ആകെ കിട്ടുന്ന സന്തോഷമാണ് നിർമ്മമായ നിമിഷങ്ങൾ. എന്തായാലും ആസ്വദിക്കും. ഞാനേ വൈകിയ പോകും. പിന്നെ എനിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇത് വന്നില്ല. മോളിങ്ങനെ വലിയ വാക്ക് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. എല്ലാവരും ബുർജ് ഖലീഫയുടെ മുകളിൽ കയറി എന്ന് കാണുമ്പോഴും എനിക്കിതിൽ എന്താണ് അതിശയം എന്ന് സത്യത്തിൽ തോന്നിയില്ല. ഇതെൻ്റെ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണേ. അപ്പം നിങ്ങൾ എല്ലാവരും പറ്റുന്നവരെല്ലാവരും പോകണം. ഒരു ദിവസം നമുക്കായിട്ട് മാറ്റി നമുക്കൊരു 5 ദിവസം നമുക്കായിട്ട് മാറ്റി വെച്ച് നിങ്ങൾ പോയി നോക്കൂ. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ മാത്രം. നമ്മുടെ യാത്രകളാണ് നമ്മളെ ഏറ്റവും വല്ല അനുഭവവും. ഏറ്റവും നമ്മുടെ മനസ്സ് തങ്ങി നിൽക്കുന്ന ഇതൊക്കെ മാത്രമേ ഉള്ളൂ. എന്നും ദുഃഖവും സങ്കടവും ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ലൈഫ് തീർക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതുപോലെയൊക്കെ ഒന്ന് പോയി എല്ലാവരും പോയി കണ്ടിട്ട് വരണേ. ഞങ്ങൾ അവിടുന്ന് അത് കണ്ടു. 15 മിനിറ്റ് അത് തീരുന്നവരെയും കണ്ട ശേഷം ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ദുബായ് മോളിൽ നിന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുന്ന ഈ ദുബായ് മോളിനകത്ത് ഇനിയൊരു ദൃശ്യമുണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടോ, അക്വേറിയമാണ്. അതായത് ആകാശം മുട്ടയുള്ളൊരു അക്വേറിയമാണ്. അതിനകത്ത് കിടക്കുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ, വല്ലാത്ത ഷാർക്ക് പോലെ ഉള്ള വലിയ 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 മീനുകളാണ്. കുട്ടികൾക്കൊക്കെ എൻ്റെ അമ്മേ കുഞ്ഞ് നിൽക്കുന്നുണ്ടോ. അതിൻ്റെ എത്ര അടി ഹൈറ്റിലാണെന്നറിയോ ഈ അക്വേറിയം കാണുന്നത്. അതും ഞങ്ങൾ കണ്ടു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ആസ്വദിച്ച് കണ്ടു. കാണാൻ പറ്റിയതിന് പിന്നിൽ വേറൊരു കാര്യമുണ്ട്. ഞങ്ങളെ കൊണ്ടുപോയ ഡ്രൈവറാണ് അതിന് ഉത്തരവാദി. കാരണം അവൻ എല്ലാ സ്ഥലത്തും വിദേശികളെ കൊണ്ടുപോകുന്നതുകൊണ്ട് അവന് A to Z കാര്യം അറിയായിരുന്നു. ശരിക്കും ഇതൊക്കെ കണ്ട് ഇറങ്ങിയാലും റോഡിലെത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്കൊരു വല്ലാത്ത അതിശയമാണ് തോന്നുന്നത്. അത്ര മനോഹരമാണ് അവിടുത്തെ റോഡുകളും. രാത്രി വണ്ടികൾ പോകുന്ന അടുക്കും ചിട്ടയും ഒരു സിഗ്നൽ തെറ്റിച്ചോ ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയോ ഹോൺ അടിക്കാൻ പോലും അവിടെ പാടില്ല. അതാണ് സത്യം. ഹോൺ അടിച്ചാൽ നമ്മൾ ചീത്ത വിളിച്ചു എന്നതിനർത്ഥം. പക്ഷെ അവിടെ ഹോൺ അടിക്കാനും പാടില്ല. അങ്ങനെയാണ് വണ്ടികൾ പോകുന്നതന്നെ. അത് തന്നെ കാണാൻ നല്ലൊരു രസമാണ് കേട്ടോ. നമുക്ക് ആ മേളിൽ നിന്നിട്ട് കാണുന്ന ഓരോ സീനുകളും സത്യം പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് മടങ്ങിയെങ്കിലും ഞങ്ങൾക്കിതൊന്നും മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല കേട്ടോ.